നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വെറുതെ സമയം പാഴാക്കാതെ ആ അന്തപുരത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലാണ് എങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ടത് രാജാതിരാജന്റെ ഹല്ലേലൂയ രാജകൊട്ടാരത്തിലെ മഹിമ വെളിപ്പെടുവാൻ തന്നെ അത്രേ. ദൈവം നൽകിയതിന് നന്ദി പറയുന്നവരായിരുന്നേ മതിയാകത്തുള്ളൂ. അതേ അവൻ ഏകജാതനായവനെ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും പോലും ഒരുക്കിയെങ്കിൽ ഞാനും നീയും ഈ ലോകത്തിന്റെ ചിന്തയിൽ വഴിവിട്ട് നടക്കുവാൻ അല്ലത്രേ അത് സംഭവിച്ചത്. നീതിയുടെ കരം പിടിച്ച് രാജാതിരാജൻ വരവിനോളം കാക്കുവാനത്രേ. വീണ്ടും ഞാൻ പറയുന്നത്, നമ്മൾ നമ്മെ തന്നെ ഒരുക്കുന്നവരായിരിക്കണം. നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേറൊരുവൻ വരത്തില്ല, നീ നിന്നെ തന്നെ ഒരുക്കുന്നവനായിരിക്കണം. അതേ ദൈവപോലെ നമ്മൾ ദുഷ്ടതയെ അകറ്റി നിർത്തിയിട്ട് നീതിയെ അനുഗമിക്കുന്നവരായി തീരുമ്പോൾ ദൈവം നമ്മളെ നോക്കി ഇപ്രകാരം പറയും, ഇവൻ എന്റെ സ്വഭാവമുള്ളവൻ എന്ന്. അതേന്ന് ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് വേണ്ടത്.